ഈ സൂര്യ ആധിക്യമുള്ള ആ കുടുംബത്തിൽ എല്ലാവർക്കും കഷണ്ടി ആയിരിക്കും. സൂര്യൻ്റെ ആധിക്യം ഉണ്ടെങ്കിൽ ആ വീട്ടിലൊരു ഹിന്ദു കുടുംബമാണെങ്കിൽ ഭാസ്കരൻ എന്നുള്ള നെയിമിലുള്ള ആൾ കാണും. മക്കളിൽ ചിലപ്പോൾ ദിനേശ് കുമാർ എന്നുള്ള നെയിമിൽ ആൾ കാണും. സ്ത്രീകളിലാണെങ്കിൽ ഗായത്രി. പിന്നെ ഇവർക്ക് കൃഷിയിടമെന്ന് പറയുന്നത് റബ്ബർ കാണൂല, വയലിൻ്റെ അതായത് ഏല, ഇതാണ് പ്രധാനം. വയലും തെങ്ങിൻ തോപ്പും. ചിലപ്പോൾ ഇവർക്ക് ഫാക്ടറി കാണുക, അതിൻ്റെ ചെക്കിൽ ആട്ടി എണ്ണ കൊടുക്കണില്ലേ, അത് കോക്കനട്ട് ബിസിനസ് അല്ലെങ്കിൽ കോക്കനട്ട് ഓയിൽ ബിസിനസ് നമുക്ക് കാണണം. ശ്രീ ആറ്റുകാൽ മുത്തുകുമാർ സർ, വെൽക്കം ടു ABC മലയാളം ജ്യോതിഷം. സർ, ഈ ജനന സമയത്തെയും ദിവസത്തെയും ആസ്പദമാക്കിയാണ് നമ്മളൊരു ജാതകം തയ്യാറാക്കുന്നത്. അപ്പോൾ ഈ ജനന സമയമോ ദിവസമോ കൃത്യമായി അറിയാത്ത ഒരാളുടെ ഗ്രഹനില എങ്ങനെ കണ്ടെത്താൻ പറ്റും? ഇല്ല, അവരുടെ കുടുംബ സാഹചര്യം, അതായത് ഇപ്പം നിൽക്കുന്ന ഫീൽഡ്, കർമ്മരംഗം എന്ന് പറയാം, അവരുടെ സ്വഭാവ സവിശേഷത. അപ്പോൾ അത് വെച്ചിട്ട് നമുക്ക് ഗ്രഹസ്വാധീനം കണ്ടുപിടിക്കാം, നക്ഷത്രം കണ്ടുപിടിക്കാം. ഗ്രഹനില എന്ന് പറയുന്നത് നമുക്ക് സമയമാണ്. കൃത്യസമയം ഉണ്ടെങ്കിലേ ഒരു ഗ്രഹനില എടുക്കാൻ പറ്റുള്ളൂ. ഈ ലഗ്നം പ്രധാനമാണ്. ഇപ്പോൾ രാശി എല്ലാവരും പറയും ഞാൻ കുംഭരാശിയാണ്, മീനരാശിയാണ്. ലഗ്നം എന്ന് പറയുന്നത് ജനന സമയം, അത് ഭൂമിയാണ് അടയാളപ്പെടുത്തുന്നത്, ഭൂമിയിൽ. അപ്പോൾ ആ ഒരു കണക്ക് വരുമ്പോൾ നമുക്ക് ഗ്രഹസ്വാധീനം പറയാം. ഇപ്പോൾ ഒരാൾക്ക് ജാതകമില്ല, ഫാമിലിക്ക് ഇല്ലെന്ന് പറയും, അറിയില്ല, അല്ലെങ്കിൽ ഞങ്ങൾ കുറിച്ച് വെച്ചിട്ടില്ല, ഇങ്ങനെ പറയുമ്പോൾ ഓരോ ഗ്രഹത്തിൻ്റെ സ്വാധീനം ഉണ്ടെങ്കിൽ ആ സ്വഭാവം, അവരുടെ കുടുംബ പശ്ചാത്തലം, ബന്ധുമിത്രാദികൾ, അവർ നിൽക്കുന്ന കർമ്മരംഗം, ഇതൊക്കെ വെച്ച് നമുക്ക് ഏത് ഗ്രഹസ്വാധീനം, അപ്പോൾ അതിലേക്കുള്ള എന്തെങ്കിലും അവർക്ക് ആ ഒരു തൃപ്തിയായിട്ടുള്ള സിമ്പിളായിട്ടുള്ള വഴിപാടുകളുണ്ട്. ക്ഷേത്ര വഴിപാട് തന്നെ, അതിപ്പോൾ ഹിന്ദു ആയാലും മറ്റുള്ള മതസ്ഥരാണെങ്കിലും. ഇതൊരു പ്രത്യേകത, 7 ഗ്രഹം, അത് നഗ്നദൃഷ്ടിയാൽ കാണുന്ന ഗ്രഹങ്ങളുണ്ട്. ഇപ്പോൾ നമുക്ക് ശനിയെ വരെ ഞാൻ കണ്ടിട്ടുണ്ട് നഗ്നദൃഷ്ടിയാലും. അതൊരു സമയം എപ്പോഴും കണ്ണിൽ കിട്ടില്ല. ചന്ദ്രനെ കാണുന്നുണ്ട്, സൂര്യനെ കാണുന്നുണ്ട്, കുജനെ കാണാം, വ്യാഴനെ കാണാം, ശുക്രൻ വിടിവെള്ളി രാവിലെ കാണാം. അല്ലെങ്കിൽ സന്ധ്യയ്ക്ക്, ഇപ്പം ഈ സമയം സന്ധ്യയ്ക്ക് ഒരു 6:30 മണിയാകുമ്പം സന്ധ്യയ്ക്ക് പടിഞ്ഞാറ് ആദ്യം ഉദിക്കുന്നത് ശുക്രനാണ്. എല്ലാവരും പറയും നക്ഷത്രമല്ല ഗ്രഹമാണ്. അപ്പം നമുക്ക് ഈ 5 ഗ്രഹം ഇങ്ങനെ കാണാം. പിന്നെ 7 ഗ്രഹം, പിന്നെ ബാക്കിയുള്ളത് 2 ഗ്രഹം ഛായാഗ്രഹം എന്ന് പറയും, രാഹുവും കേതുവും. അപ്പോൾ ആദ്യം ഇപ്പം നമുക്ക് സൂര്യനെ വെച്ച് പറയുകയാണെങ്കിൽ, ഒരു ജാതകമില്ല, ഫാമിലിക്ക് ഇല്ല എന്ന് പറയുമ്പോൾ സൂര്യൻ്റെ സാന്നിധ്യം ഉണ്ടെങ്കിൽ ആ വീട്ടിൽ അതിൻ്റെ പവർ ആധിക്യം ഉണ്ടെങ്കിൽ ഇവർ കൂടുതലും ഗവൺമെൻറ് തലത്തിൽ, രാഷ്ട്രീയ മേഖലയും ഗവൺമെൻറ് തലത്തിൽ, ഇപ്പോൾ പറയല്ലേ അച്ഛൻ പഞ്ചായത്തിലെ പ്രസിഡൻ്റാണ്, നാട്ടിൽ വേറെ ആരുണ്ട്, അത് അനിയനുണ്ട്, അനിയൻ വന്ന് അവിടെ കോർപ്പറേഷൻ കൗൺസിലറാണെന്ന് പറയും. അപ്പോൾ അവിടെ എന്താണ് ആധിക്യം? ഗവൺമെൻറ്. അപ്പോൾ നമ്മൾ ചോദിക്കുകയാണ് അപ്പൂപ്പൻ എന്തായിരുന്നു, കൃഷിപ്പണിയായിരുന്നു, എന്തായിരുന്നു? ഇല്ല, അപ്പൂപ്പൻ ഗവൺമെൻറ് ഉദ്യോഗസ്ഥനായിരുന്നു. മക്കൾ എന്ത് ചെയ്യുന്നു? മക്കൾ ടെസ്റ്റ് ചെയ്ത് നിൽക്കുകയാണ്, ഇനിയിപ്പോൾ ഉടനെ ജോലി കിട്ടും. അപ്പോൾ ഈ ഗവൺമെൻറ് പിടിപാടുകളെല്ലാം വരുന്നത് സൂര്യൻ്റെ ആധിക്യം. അപ്പോൾ ഇതിൽ നമുക്ക് നെയിം വരെ പറയാം. നെയിം ഉദ്ദേശിക്കുന്നത്, ഇപ്പം സൂര്യൻ്റെ ആധിക്യം ഉണ്ടെങ്കിൽ ആ വീട്ടിലൊരു ഹിന്ദു കുടുംബമാണെങ്കിൽ ഭാസ്കരൻ എന്നുള്ള നെയിമിലുള്ള ആൾ കാണും. മക്കളിൽ ചിലപ്പോൾ ദിനേശ് കുമാർ എന്നുള്ള നെയിമിൽ ആൾ കാണും. സൂര്യ എന്നുള്ള നെയിമിൽ ആൾ കാണും. അരുൺ കുമാർ, മാർത്താണ്ഡം എന്നുള്ള നെയിം സൂര്യൻ്റെയാണ്. സ്ത്രീകളിലാണെങ്കിൽ ഗായത്രി. അപ്പോൾ ഇങ്ങനെയും നമുക്ക് കണ്ടുപിടിക്കാം. ഇപ്പോൾ നമ്മൾ ഈ വീഡിയോ കാണുന്നവർ ഞങ്ങളുടെ കുടുംബത്തിൽ ഈ പേരൊക്കെ ഉണ്ട്, അപ്പം ആ കുടുംബത്തിൽ സൂര്യൻ്റെ ആധിക്യം ഉള്ള കുടുംബമാണ്. പിന്നെ ഇവർക്ക് കൃഷിയിടമെന്ന് പറയുന്നത് റബ്ബർ കാണൂല, വയലിൻ്റെ അതായത് ഏല, ഇതാണ് പ്രധാനം. രണ്ടാമത് കഴിഞ്ഞാൽ ഇവർക്ക് ഭൂസ്വത്വം എന്ന് ഉദ്ദേശിക്കുന്നത് വയലും തെങ്ങിൻ തോപ്പും. തെങ്ങ് ചിലപ്പോൾ ഇവർക്ക് ഫാക്ടറി കാണുക, അതിൻ്റെ ചെക്കിൽ ആട്ടി എണ്ണ കൊടുക്കണില്ലേ, അത് കോക്കനട്ട് ബിസിനസ് അല്ലെങ്കിൽ കോക്കനട്ട് ഓയിൽ ബിസിനസ് നമുക്ക് കാണണം. അപ്പോൾ ഇത് വെച്ച് നമുക്ക്, അതുപോലെ ഈ സൂര്യ ആധിക്യമുള്ള ആ കുടുംബത്തിൽ എല്ലാവർക്കും കഷണ്ടി ആയിരിക്കും. അങ്ങനെ ഒരു അവസ്ഥ, കണ്ണിനൊരു ബ്രൗൺ കളർ വരും. അപ്പോൾ നമുക്ക് തീരുമാനിക്കാം ഈ നിയമമൊക്കെ ഉണ്ടെങ്കിൽ സൂര്യബലമുണ്ട്. അപ്പോൾ ഇവർക്ക് ഇതിലൊരു പ്രത്യേകത കൂടെ ഉണ്ട്. ഇവർ എപ്പോഴും, ഈ ഫാമിലിക്കാർ എപ്പോഴും ഒരു 6 മാസം കൂടുമ്പോൾ ഹൈറേഞ്ച് പ്ലാനിങ് ചെയ്യും. ക്ഷേത്രമല്ല, ഹൈറേഞ്ചൊക്കെ, അതായത് മലവാസ സ്ഥലങ്ങളൊക്കെ കറങ്ങാനുള്ള, അത് ഫാമിലിയായിട്ട് അവർ സന്തോഷപൂർവ്വം പോയിട്ട് വരും. താമസം അതുപോലെ ഹൈറേഞ്ച് ഏരിയകളിലായിരിക്കും താമസം കൂടുതൽ.
അല്ലെങ്കിൽ ഇപ്പോൾ സിറ്റി ആണെങ്കിലും ഒരു ഗവൺമെൻറ് ഒരു സ്കൂളോ അല്ലെങ്കിൽ ഒരു ഓഫീസോ ഇതിൻ്റെ അടുത്തായിരിക്കും ഇവരെ താമസിക്കുന്നതൊക്കെ. അപ്പോൾ ആ സൂര്യബലമാണ്. അടുത്ത് രണ്ടാമത് ചന്ദ്രബലമാണെങ്കിൽ, അതിപ്പോൾ നമ്മൾ പക്ഷബലമുണ്ട് പക്ഷബലം ഇല്ലെന്ന് പറയില്ല. ചന്ദ്രബലമാണെങ്കിൽ കൃഷി ഭൂമിയുള്ള ആൾക്കാർ, അതായത് എങ്ങനെ പറയാം, അമ്മ വഴി താമസിക്കുന്ന ആൾക്കാരായിരിക്കും. ആ കുടുംബം അറിയപ്പെടുന്നത് തന്നെ അമ്മ വഴിയിലാണ് അറിയപ്പെടുന്നത്. അപ്പോൾ ഇവരും ഒരു ജലാശയത്തിൻ്റെ അടുത്ത് താമസിക്കുന്നവരോ, വാഴത്തോപ്പ് എന്നൊക്കെ പറയില്ല, വാഴത്തോട്ടം, ഇതിൻ്റെ അടുത്ത് താമസിക്കുന്നവരോ, ആ കുടുംബത്തിൽ, അത് ചന്ദ്രബലം ഉണ്ടെങ്കിൽ ആ കുടുംബത്തിൽ വരുന്ന ബന്ധുമിത്രാദികളെ അവരുടെ കുടുംബക്കാരുടെ പേര് വരുന്നത് കല, ലത, ഇന്ദു, ലേഖ, ചന്ദ്രമതി, ഇന്ദുമതി. ആണുങ്ങളാണെങ്കിൽ ശശികുമാർ, സോമൻ, പിന്നെ ചന്ദ്രൻ, എല്ലാം ചന്ദ്രനെ ബേസ് ചെയ്തുള്ളതായിരിക്കും. പിന്നെ ഇവർക്ക് പാചകത്തിലും എന്തെങ്കിലും ഒരു ചെറിയ കുഞ്ഞു ഹോട്ടൽ വെച്ച് നടത്തുന്ന ആൾക്കാരായിരിക്കും. ആ സ്വാധീനമാണ്. കർമ്മമേഖല നോക്കുകയാണെങ്കിലും കൂടുതലും കൃഷിപ്പണിയുടെ, പിന്നെ ഒരു പശു വളർത്തൽ. സിറ്റിയിലുള്ളവർക്ക് നമ്മൾ പശു വളർത്തൽ പറയാൻ പാടില്ലല്ലോ. അപ്പോൾ ഒരു മിൽമ ബൂത്ത് കാണും. അപ്പോൾ അവരുടെ നമ്മൾ ചോദിക്കുമ്പോഴും ഞങ്ങൾ അമ്മ വഴിയിലാണ് കൂടുതൽ സ്നേഹം, അച്ഛൻ്റെ വഴിയിൽ അത് അത്ര അടുക്കാറില്ല. അത് ഈ ചന്ദ്രബലമാണ്. അപ്പോൾ ആ ഫാമിലിയിൽ ഈ നെയിമും കൂടെ വന്നു കഴിഞ്ഞാൽ ചന്ദ്രബലമുണ്ട്. അപ്പം ഞങ്ങൾക്ക് ഫാമിലിക്ക് ജാതകം ആർക്കും ഇല്ല. അപ്പോൾ നിങ്ങളെ സ്വാധീനിക്കുന്നത് ആരാണ്? ചന്ദ്രനാണ്. എപ്പോഴും മനസ്സന്തോഷം ആ ഫാമിലിയിൽ. പിന്നെ കുഞ്ഞുങ്ങളെ കൊണ്ട് നിറയുക. വലിയ ഫാമിലി എന്നും പറയാം, കൂട്ടുകുടുംബം എന്നൊക്കെ പറയല്ലേ. ആ ചന്ദ്രൻ്റെ അത് മാതൃത്വം. ആ വീട്ടിൽ തന്നെ ഒരു അമ്മ ഉണ്ടെങ്കിൽ ഒരു 4 തലമുറയായിട്ട് ചിലപ്പോൾ അവരവിടെ കാണും 90-92 വയസ്സിൽ. അപ്പോൾ ആ ഒരു ചന്ദ്രൻ്റെ സ്വാധീനമാണ്. അടുത്ത് നോക്കുകയാണെങ്കിൽ ചൊവ്വയുടെ സ്വാധീനമുള്ളവരാണെങ്കിൽ ഇവർ ഈ കൂടുതലും മലമുകൾ, അതായത് ചെമ്മൺ ഭൂമിയിൽ താമസിക്കുന്നവർ, അങ്ങനെ ഉള്ളവരാണെങ്കിൽ ചൊവ്വയുടെ സ്വാധീനമുള്ളവർ. അപ്പോൾ നമ്മൾ ചോദിക്കുകയാണ്, കർമ്മരംഗം നിങ്ങളുടെ കുടുംബത്തിൽ ആരൊക്കെ ഉണ്ട്? അത് സഹോദരൻ മിലിറ്ററിയിലാണ്, ഇനി ഒരാൾ ട്രിവാൻഡ്രത്ത് പോലീസിലാണ്. എല്ലാം വരുന്നത് പോലീസ് വകുപ്പ്. അല്ലെങ്കിൽ മേഖല പറയുകയാണെങ്കിൽ കൃഷി, ഈ റബ്ബർ കൃഷി ചെയ്യുന്നവർ, മലമുകളിൽ മരിച്ചിട്ട് ഇടവുള്ള കൃഷിയൊക്കെ ചെയ്യുന്നില്ലേ, ഈ മാതിരി കൃഷിഭൂമി. അവരുടേതാണെങ്കിൽ സഹോദര സ്നേഹമായിരിക്കും, ഐക്യത. എത്ര സഹോദരന്മാരെന്ന് ചോദിച്ചാൽ 7-8 പേര് പറയും. എല്ലാവരും ഉന്നതങ്ങൾ ഉദ്ദേശിക്കുന്നത് പവർഫുള്ളായിട്ടുള്ള ജോലിയായിരിക്കും. ഇതിൽ സർജൻ, ഡോക്ടർ വരും, പോലീസ് വകുപ്പിൽ വരും, മിലിറ്ററിയിൽ വരും. അപ്പോൾ ഈ ഗ്രഹനിലങ്ങൾക്കൊന്നുമില്ല. അപ്പോൾ നമുക്കതിൽ കണ്ടുപിടിക്കാം. നെയിം നോക്കുകയാണെങ്കിൽ ജയൻ, വിജയൻ, ജയ, വിജയ, ജയലക്ഷ്മി, വിജയലക്ഷ്മി, ഇങ്ങനെയുള്ള, അതായത് ഇപ്പം നമ്മൾ പറയുന്നില്ലേ ശ്രീജിത്ത്, ജയിക്കുന്ന ഒരു. അപ്പോൾ അതായത് ഈ ചൊവ്വയുടെ ഗ്രഹസ്വാധീനം വിക്ടറി. അപ്പോൾ ആ ഫാമിലി മൊത്തവും എന്തൊന്നിൽ കൈവച്ചാലും അവർ ഇതിൽ റെയിൽവേയിലും ആ കുടുംബത്തിൽ ജോലിക്കാർ കാണും. റെയിൽവേ ജോലി, അതായത് റെയിൽവേയിൽ വർക്ക് ചെയ്യുന്ന ആൾക്കാരും കാണും. ഗവൺമെൻറ് തന്നെയാണ് അത്. അല്ലാന്നുണ്ടെങ്കിൽ കൃഷി, ഞാൻ ഇപ്പോൾ പറഞ്ഞില്ലേ, കൃഷിയുടെ കൂടുതലും വരുന്നത് റബ്ബർ കൃഷിയോ മരിച്ചീനി ഇതുപോലെ ചെയ്ത്, ഇഞ്ചി കൃഷി ഇതിൽ വരും. പിന്നെ ഇവരെല്ലാം ദേശീയക്കാരായിരിക്കും. ആ ഫാമിലി എല്ലാവരും ഒന്നിനൊന്ന് മെച്ചമായിരിക്കും. ഇവർ തമ്മിൽ മറ്റുള്ളവർ അടുക്കാനൊക്കെ കുറച്ച് ഭയപ്പെടും. അപ്പോൾ നമ്മളിപ്പോൾ ഇപ്പോൾ ചോദിക്കുകയാണെങ്കിൽ പറയാം, ഞങ്ങളെ കാര്യം നോക്കിയിരിക്കും, ഞങ്ങൾ ആരെയും സഹായിക്കില്ല, ഞങ്ങൾ ആരും സഹായിക്കേണ്ട, അങ്ങനത്തെ ഒരു വ്യക്തിത്വം. ആ ഫാമിലി മൊത്തം അങ്ങനെയായിരിക്കും. പിന്നെ സഹോദര സ്നേഹം, കുടുംബാഭിവൃദ്ധി, അതൊക്കെ. അപ്പോൾ ഭൂസ്വത്താണ് ഇവർക്ക് കൂടുതൽ. ചോദിച്ചു കഴിഞ്ഞാൽ സഹോദരന് 40 ഏക്കറുണ്ട്, എനിക്ക് 60 ഏക്കറുണ്ട്, ഇങ്ങനെ ഏക്കർ കണക്കിൽ ഇവർ കണക്ക് പറയുള്ളൂ. സെൻറ്റിൻ്റെ കണക്കവിടെ അവരില്ല. അപ്പോൾ ആ ചൊവ്വയുടെ ഗ്രഹസ്വാധീനം സർജന് വരാം. അല്ലെങ്കിൽ എന്താണ് ഇനി അനി എന്ത് ചെയ്യുന്നു, അത് ചിക്കൻ സ്റ്റാൾ ഇട്ടേക്കാണ്, അതും ഇതിൽ വരും. ചൊവ്വയുടെ ആധിക്യമാണ്. അതായത് ഇപ്പോൾ ഒരു മാംസം കച്ചവടം ചെയ്യുന്നവർ ആയുധം കൊണ്ട്, ഇപ്പോൾ സർജൻ ഉദ്ദേശിക്കുന്ന ആയുധം കൊണ്ടുള്ള ഒരു ഇത് തന്നെയല്ലോ ഡോക്ടർ, സർജൻ ഡോക്ടർ. അപ്പോൾ അത് കുജൻ്റെ സ്വാധീനം. ജ്യോതിഷമോ വാസ്തുവോ പൂജയോ നിങ്ങൾക്ക് ആവശ്യമുണ്ടോ? താഴെ കാണുന്ന നമ്പറിൽ വാട്സപ്പ് ചെയ്യൂ. നിങ്ങൾ ചെയ്യേണ്ടത് ഇത്രമാത്രം: താഴെ കാണുന്ന നമ്പർ നിങ്ങളുടെ മൊബൈലിൽ സേവ് ചെയ്യൂ. അതിനുശേഷം ഞങ്ങളുടെ നമ്പറിലേക്ക് വാട്സപ്പിലേക്ക് ഹായ് അയയ്ക്കൂ. ജ്യോതിഷ സംബന്ധമായ എല്ലാ ആവശ്യങ്ങൾക്കും ABC മലയാളം നിങ്ങളോടൊപ്പമുണ്ട്. ജ്യോതിഷവുമായി ബന്ധപ്പെട്ട എല്ലാ വിശേഷങ്ങളും നിങ്ങളിലേക്കെത്താൻ
ABC ജ്യോതിഷം സബ്സ്ക്രൈബ് ചെയ്യുക.